ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂലം വെള്ളച്ചാട്ടത്തെ പറ്റിയാണ്. അപ്പോൾ ഈ ശൂലം വെള്ളച്ചാട്ടം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് മാറാടി പിറവം പോണ വഴിയുണ്ട്. ആ പിറവം പോകുന്ന റോഡിലോട്ട് പോകുമ്പോൾ ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോൾ മാറാടി കഴിയും. അത് കഴിഞ്ഞ് പിറവത്തോട്ട് ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ റോഡിന് വലത്തെ വശത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ റോഡ് കയറി ഒരു 200 മീറ്റർ പോയി കഴിയുമ്പോൾ ഒരു ജോൺസൺ എന്ന് പറഞ്ഞ പേരിലൊരു ചേട്ടൻ നടത്തുന്ന ഒരു ചെറിയൊരു സി ക്ലാസ് കടയുണ്ട്. സോഡയും വെള്ളവും പൈനാപ്പിളൊക്കെ കിട്ടുന്നത്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ഇത്തിരി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലത്തെ വശത്തായിട്ട് 2 വീപ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ബൈക്ക് വെക്കുക, കാറാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കയറ്റിയിടേണ്ടി വരും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും പണ്ടത്തെ പാറമടകളായിരുന്നു. 15 മുതൽ 20 വർഷത്തുള്ളിൽ ഇതെല്ലാം നിർത്തിപ്പോയി. അതെല്ലാം സർക്കാർ ഏറ്റെടുത്തു. കുറച്ച് പ്രൈവറ്റ് റബ്ബർ പ്ലാന്റേഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ ശൂലം വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത്. ഇവിടെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പാസോ ഒന്നുമില്ല, ഫുൾ ടൈം ഓപ്പണാണ്. രാത്രി ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഈ വഴി പോകുന്നതിന് വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് താഴേക്കൊരു ഇറക്കമാണ്. അപ്പോൾ നമ്മൾ ഈ തെന്നുന്ന ചെരുപ്പൊക്കെ ഇടുന്നവർ സൂക്ഷിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പടികളൊന്നുമില്ല, ഒരു ചാലുണ്ടാക്കി തരുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് മഴക്കാലത്ത് നല്ല ചെളി വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇങ്ങനെ കിടക്കണതുകൊണ്ട് ചോദിച്ചു എങ്ങനെയാണ് ഇവരുടെ മൃഗങ്ങൾ. ചില മൃഗങ്ങളൊന്നും ഇല്ല, വല്ല മുയലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പാമ്പ്, മൂർഖനോ ആണെങ്കിൽ അങ്ങനെയൊന്നും അവിടെ ശല്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ മലമ്പാമ്പ് ശല്യമായിട്ടല്ല, മലമ്പാമ്പ് ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതും കാരണം ചെറിയ പയർ പോലത്തെ ഈ വള്ളികളൊക്കെ പടർന്ന് പിടിച്ചേക്കണമുണ്ട്. അങ്ങനെ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശാളഭയം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വഴി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെ നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് ഇറങ്ങി ചെല്ലാവുന്നതാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വെയിലില്ല, കാരണം മുകളിലൊക്കെ കംപ്ലീറ്റ് മരങ്ങളുടെ തണലുണ്ട്. ഈ തെന്നി വീഴാണ്ട് സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇപ്പോൾ നമുക്കിങ്ങനെ ക്യാമറയിൽ എൻ്റെ വിരൽ കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും കൈ ഇങ്ങനെ തെന്നാണ്ടേ, ഒരു കയ്യിൽ നമ്മുടെ ക്യാമറയും മറ്റേ കയ്യിൽ നമ്മുടെ ബാഗും വെച്ച് ബാലൻസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഇവരിവിടെ ഒരു വലിയൊരു പാറക്കലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ കുറച്ച് ഈ ഇലക്ട്രിക് വയറുകൾ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ കൂടി കുനിഞ്ഞ് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇത് നമ്മളിവിടെ പതിയെ പൊക്കി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇതെല്ലാം ഈ ചെറിയൊരു വഴിയേ ഉള്ളൂ. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇറങ്ങാനും കയറാനും. ഇത് താഴെ എത്തിക്കഴിയുമ്പോൾ ഈ മുകളിലെ പാറമടയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം അത് പമ്പ് ചെയ്തിട്ട് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആഴമില്ല, അതുകൊണ്ട് തന്നെ സേഫാണ്. മഴക്കാലത്ത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോണ വഴിയിൽ ചെളിയുണ്ട്, സ്വാഭാവികമായിട്ട് തെന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലും ഇവിടെ വരുന്നത് എല്ലാം തന്നെ യൂത്താണ്. അവർ ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാനും ഒക്കെയാണ് ഇവിടെ ഈ സ്ഥലത്ത് കണ്ടത്. എന്നാലും വലിയ തിരക്കില്ല കേട്ടോ. ഇതിൻ്റെ എതിർവശത്താണ് കുറച്ച് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അരീക്കൽ വാട്ടർഫാൾസ് ഉള്ളത്. അവിടെ അറിയാം 20 രൂപ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. നല്ല വെള്ളം അവിടെ വെക്കുമ്പോൾ ശക്തമാണ്. പിന്നെ അവിടെ ഇരിക്കാനും ഡ്രസ്സ് മാറാനും സൗകര്യങ്ങളുണ്ട്. ഫ്രൂട്ട് സ്റ്റോള്, ജ്യൂസ് സ്റ്റോളൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊന്നുമില്ല, തികച്ചും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഒരു സൈലൻ്റായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ശൂലം വാട്ടർഫാൾസ്. പിറവത്തിലോട്ട് എനിക്ക് തോന്നുന്നു 10 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്തില്ല. എനിവേ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് തന്നെ 7-8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ അധികം പേര് എത്താത്ത ഒരു വാട്ടർഫാൾസിലോട്ട് നമുക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാം. മൂവാറ്റുപുഴയിൽ നിന്ന് മാറാടി പിറവം പോകുന്ന വഴി, മാറാടി കഴിഞ്ഞാൽ പിറവത്തോട്ട് പോകുമ്പോൾ ഒരു 1.5-2 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, ഒരു ചെറിയൊരു വളവിൽ ആണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ദൂരെ നിന്ന് കാണുന്നതാണ് ഈ വെള്ളം ചാട്ടത്തിൻ്റെ ഒരു ദൂരെ നിന്നുള്ള വ്യൂ. പിന്നെ മഴയൊക്കെ വന്ന് കയറിയിരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുടയൊക്കെ കയ്യിൽ കരുതുക, പ്രത്യേകിച്ച് മഴക്കാലത്ത് പോകുമ്പോൾ. ഇതിന് വിരിക്കാനുള്ള സൗകര്യം വേണം. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.